ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ SSLC പബ്ലിക് എക്സാം 2025 ഇംഗ്ലീഷിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ന്യൂസ് റിപ്പോർട്ട് വളരെ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു സബ്ജക്റ്റാണ്, ഒരു എന്താ പറയുക, ഡിസ്കോഴ്സ് ആണ്. അപ്പം ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ ഒരു ഡിസ്കോഴ്സിന് എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ടോപ്പിക് ഞാൻ ലൈവ് എടുത്തിട്ടുണ്ട്. ലൈവ് കാണാത്തതുണ്ടെന്ന് ലൈവിലും കൂടെ കാണുക. ലൈവിൽ നമ്മൾ ക്യാരക്ടർ സ്കെച്ച് അതുപോലത്തെ സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈവിലുള്ള ചെറിയ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ലൈവ് നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ വിചാരിച്ച ആ ഒരു ടോപ്പിക്കെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു നോട്ടീസ്, ഡയറി, അതുപോലെ തന്നെ കുറേ സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെല്ലാം കുഴപ്പമില്ല, അതെല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം. ന്യൂസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ന്യൂസ് റിപ്പോർട്ട് 6 മാർക്കിനാണ് വരുന്നത്. ന്യൂസ് റിപ്പോർട്ട് നമുക്ക് 6 മാർക്കിനാണ് വരുന്നത്. ഇത് നോക്കുക, ന്യൂസ് റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ന്യൂസ് റിപ്പോർട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ, ഒന്ന് ഹെഡ്ലൈൻ വേണം. ഓക്കെ, ഒന്ന് ഹെഡ്ലൈൻ നിർബന്ധമായിട്ടും വേണം. ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം. പെട്ടെന്ന് കണ്ടിട്ട് ഒരു അട്രാക്റ്റീവ്നെസ് തോന്നുന്ന ഒരു ഹെഡ്ലൈൻ ആയിരിക്കണം നമുക്ക് ന്യൂസ് റിപ്പോർട്ടിന് വേണ്ടത്. പിന്നെ ഒരു ബൈലൈൻ ആണ് വേണ്ടത്. ബൈലൈൻ കൂടുതലും വേണ്ട സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് നമുക്ക് ബൈലൈൻ കൊടുക്കാൻ. കൂടുതലും ബൈലൈൻ കൊടുക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ്. പിന്നെ ഡേറ്റ് ലൈന്, ആ ഒരു ഡേറ്റ് ഏതാണോ അതാണ് നമുക്ക് ഡേറ്റ് ലൈൻ ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നുള്ളത് പ്ലേസ് ലൈൻ ആണ്. അത് എവിടെയാണോ സംഭവം നടക്കുന്നത് അതാണ് പ്ലേസ് ലൈൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ആ ഒരു മിനിമം ഫോർമാറ്റ്. അതിനുശേഷം ലീഡാണ് മെയിൻ പോയിന്റ് വെച്ചിട്ട് ഈ ഒരു വാർത്തയുടെ മെയിൻ പോയിന്റ്, ന്യൂസിന്റെ മെയിൻ പോയിന്റ് എന്താണോ ആ ഒരു മെയിൻ പോയിന്റ് വെച്ച് മാത്രം ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ സെന്റൻസ് ആദ്യം കൊടുക്കുക, അതാണ് ലീഡ്. അതിനുശേഷം ആ ഒരു ന്യൂസിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, അതാണ് നമുക്ക് ബോഡി എന്ന് പറയുന്നത്. ബോഡി ഓഫ് ദ ന്യൂസ് പേപ്പർ, അതാണ് ആ ഒരു ന്യൂസിന്റെ ഡീറ്റെയിൽസ്. ആ ഒരു മെയിൻ പോയിന്റ് കൊടുത്തിട്ട് മാത്രം കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് കോട്ടേഷൻ കൊടുക്കുക. കോട്ടേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ആ ഒരു ന്യൂസിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ ആ ഒരു ന്യൂസിന്റെ ഫലമായിട്ട് എന്തെങ്കിലും കാര്യം പ്രവർത്തിച്ചതോ ആയതാണ് കൊട്ടേഷൻ അല്ല, ക്വാട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ മേഡിൽ ഉള്ള നമ്മുടെ ഒരു ന്യൂസ് പേപ്പറാണ് മിസ്റ്റർ ജോണ്. ആ ഒരു ജുവനൈൽ കോർട്ടിലൊക്കെ പോയി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മിസ്റ്റർ ജോൺ കൊടുത്ത ആ ഒരു പുരസ്കാരത്തെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പറാണ്. നോക്കുക, മിസ്റ്റർ ജോൺ സെൽഫ്ലെസ് സർവീസ് അപ്രന്റൈസ്ഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. വളരെ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ ആണ്. അതിനുശേഷം ബൈലൈൻ കൊടുക്കുക. സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് ഇവിടെ ബൈലൈൻ ഉള്ളത്. അതിനുശേഷം ഒരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക, 20 ഡിസംബർ 2024. അതിനുശേഷം ഒരു പ്ലേസ് ലൈൻ കൊടുക്കുക, അതാണ് ലണ്ടൻ. ഓക്കെ, ഇത്ര അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിനുശേഷം ആ ഒരു മെയിൻ പോയിന്റ് കൊടുക്കുക, ലീഡ് കൊടുക്കുക. ഒരു ഒന്നോ രണ്ടോ സെന്റൻസിൽ ആ ഒരു മെയിൻ പോയിന്റ് തീർക്കുക. മിസ്റ്റർ ജോൺ, എ യൂത്ത് ഫ്രം ദ സബർബ്സ് ഓഫ് ലണ്ടൻ, ഹാസ് ബീൻ അപ്രന്റൈസ്ഡ് വൈഡ്ലി ഫോർ ഹിസ് സെൽഫ്ലെസ് സർവീസ് ഓഫ് ഹ്യൂമാനിറ്റി. ഇത്രയുമാണ് നമ്മുടെ ആ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ബോഡി കൊടുക്കുക. ഹി ഹാസ് ബീൻ ഇൻസ്ട്രുമെന്റൽ ഇൻ ബ്രിങ്ങിങ് അബൌട്ട് റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ദ ലൈഫ്സ് ഓഫ് മെനി മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിൻക്വന്റ് യൂത്ത്. അപ്പം ആ ഒരു മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഡെലിൻക്വന്റ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടി ഒരുപാട് ചേഞ്ചസ് വരുത്തിയ വ്യക്തിയാണ് നമ്മുടെ മിസ്റ്റർ ജോൺ എന്ന് പറയുന്നത്. For the past 15 years, he had his wife those problematic adolescents from the juvenile courts and provide them with a healthy environment. The couple has recently set up training centers of their own to train the youth on different skills like handicrafts, carpentry, gardening, photography, etc. അപ്പം ഇവിടം വരെ ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്തയെ പറ്റി എന്തെങ്കിലുമൊക്കെ ആ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ക്വോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദ മിനിസ്റ്റർ ഓഫ് ദ യൂത്ത് വെൽഫെയർ അപ്രീഷിയേറ്റഡ് ദ യങ് മെൻ ഇൻ എ ഫംഗ്ഷൻ ഹെൽഡ് അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എൽസ്റ്റർ. അപ്പം ആ ഒരു യൂത്ത് വെൽഫെയറിന്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി നമ്മുടെ യങ് മാനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫംഗ്ഷൻ, ഇന്നലെ നടന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഫംഗ്ഷനിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു ക്വോട്ടേഷൻ നൽകി നിർത്തുക. അപ്പം ഈ ഒരു ഫോർമാറ്റ് നോക്കി വെക്കുക. ഫോർമാറ്റ് ഒന്ന് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് 2 or 3 മാർക്ക് കിട്ടും. അത് അനുയോജ്യമായ ഹെഡ്ലൈനും അനുയോജ്യമായ ലീഡൊക്കെ പ്ലേസ് ലൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ 1 മാർക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെ ടോട്ടൽ 4 മാർക്ക്. പിന്നെ ഇവിടെ നിങ്ങൾ ആ ഒരു
ലീഡും ബോഡിയും ഒക്കെ നല്ല രീതിയിൽ എഴുതുവാണെങ്കിൽ ആ 2 മാർക്ക് കിട്ടുന്നതായിരിക്കും. ആ 2 മാർക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക. ക്വസ്റ്റ്യൻ തന്നെ പകുതി ഉത്തരവും കിടപ്പുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് ആ ഒരു ബോഡി ആക്കി എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2 മാർക്ക് സുഖമായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ന്യൂസ് റിപ്പോർട്ട് വളരെ ഈസിയാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.